റോമൻ റെയിൻസിന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചു ദാ ഈ അവസ്ഥയിൽ എത്തിച്ചു. ഈ റോ എപ്പിസോഡിൽ ഏറ്റവും അവസാനം റോമൻ റെയിൻസ് തന്റെ വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻഷിപ്പുമായിട്ട് വരികയുണ്ടായി. താൻ WWE ചാമ്പ്യനായിട്ട് നിൽക്കുന്ന സമയത്ത് തന്റെ പവർ കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു WWE ഈ ഒരു ചാമ്പ്യൻഷിപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ WWEക്ക് അതുകൊണ്ടൊന്നും തന്നെ തന്റെ ഷൈനിങ് കുറയ്ക്കാൻ കഴിഞ്ഞില്ല. റോമൻ വന്നതിന് ശേഷമാണ് ഈ ഒരു ടൈറ്റിലിന് കുറച്ച് വിലയെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നത്. റെസ്ൽമേനിയ നൈറ്റ് 2-ൽ ആദ്യമായിട്ട് ഈ ടൈറ്റിൽ വന്നിട്ടുണ്ടായിരുന്നത്, അതായത് മെയിൻ ഇവന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് റോമൻ റെയിൻസ് വന്നതിന് ശേഷമാണ്. അതുകൊണ്ട് തന്നെ ഈ ടൈറ്റിൽ ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചിട്ടുള്ളത് താനാണ് എന്നുള്ളത് റോമൻ തന്നെ പറയുകയുണ്ടായി. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ജേക്കബ് ഫാറ്റു അവിടേക്ക് വന്നു. റോമൻ അപ്പോൾ തന്നെ പറയുകയുണ്ടായി, നീ ഒരാഴ്ച സമയമെടുത്ത് ആലോചിച്ചില്ലേ, ഡിസിഷൻ ആയല്ലോ, ഫാമിലിയെ പിരിക്കുന്നതല്ലാതെ ഫാമിലിയുടെ കൂടെ കൂടാൻ നീ തീരുമാനമെടുത്തില്ല എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ജേക്കബ് ഫാറ്റു പറഞ്ഞത്, എനിക്ക് ഒരാഴ്ച പോയിട്ട് ഒരു ദിവസം പോലും വേണ്ടി വന്നില്ല, ഇവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ എൻ്റെ മനസ്സിൽ ഡിസിഷൻ ഉണ്ടായിരുന്നു, എനിക്ക് ആ ടൈറ്റിൽ വേണം. ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടുകൊണ്ടാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത്, എനിക്ക് നീ അനുഭവിക്കുന്ന എല്ലാവിധ സുഖങ്ങളും കിട്ടണം. ഞാൻ ഒരുപാട് നാൾ ജോലിയില്ലാതെ പുറത്തേക്ക് നിന്ന സമയത്ത് നീയോ നിന്റെ കൂടെ നടക്കുന്നവരോ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത് സോളോ മാത്രമായിരുന്നു. അപ്പോൾ റെയിൻസ് പറയുകയുണ്ടായി, ഒരു കപ്പ് കോഫി വേണമെന്നുണ്ടെങ്കിൽ പോലും സോളോ സിക്കോയ്ക്ക് ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കില്ല. നിന്നെ ഇവിടെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഞാനായിരുന്നു. ഈ പ്ലേസ് നടത്തുന്നത് ഞാനാണ്. OTC ആണ് ഇത് മുഴുവൻ നടത്തുന്നത്. ഞാൻ ഒരിക്കലും നിന്നെ മറന്നിട്ടുള്ളതല്ല. നീ ഇതുവരെ ഒരു ടൈറ്റിൽ ഷോട്ടിന് അർഹനാണ് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ഞാനത് നിനക്ക് തരികയാണ് എന്നുണ്ടെങ്കിൽ അത് പ്യുവർ നെപ്പോട്ടിസം ആയിരിക്കും എന്നുള്ളത് റോമൻ റെയിൻസ് അവിടെ പറഞ്ഞു. അത് പറഞ്ഞ് തീരുന്നതിന് മുൻപേ റോമന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കുകയുണ്ടായി ജേക്കബ് ഫാറ്റു. നിലത്ത് കിടന്നിരുന്ന ഒരു മൈക്ക് എടുത്തുകൊണ്ട് ജേക്കബ് ഫാറ്റുവിന്റെ തലക്കിട്ട് കുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് വീണ്ടും ജേക്കബ് റോമന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കുകയുണ്ടായി. റോമന് ശ്വാസം മുട്ടുന്ന ലെവലിലായിരുന്നു ഞെരിച്ചിട്ടുണ്ടായിരുന്നത്. ആ ചാമ്പ്യൻഷിപ്പ് എടുത്ത് റോമൻ റെയിൻസിന്റെ മുകളിലേക്ക് എറിയുകയുണ്ടായി. എൻട്രൻസ് ഏരിയയിൽ എത്തിയിട്ടുണ്ടായിരുന്ന ജേക്കബ് ഫാറ്റുവിനോട് മൈക്ക് എടുത്തുകൊണ്ട് റോമൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ബാക്ക്ലാഷിൽ നിനക്ക് കാണണമെന്നല്ലേ പറഞ്ഞത്, ബാക്ക്ലാഷിൽ നമുക്ക് ഏറ്റുമുട്ടാമെന്ന്. അപ്പോൾ ജേക്കബ് ഫാറ്റു അടുത്ത ആഴ്ച നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ടായിരുന്നു അവിടെ നിന്നും പോയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ബാക്ക്ലാഷിൽ ഇവർ തമ്മിലുള്ള മത്സരം WWE ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുന്നു.